നമസ്കാരം മക്കളെ. കോഴിക്കോട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ വീടും പരിസരവും മൊത്തം അലങ്കോലമായി കിടക്കുമായിരുന്നു. ഫുൾ വൃത്തികേടായി കിടക്കുമായിരുന്നു. നമുക്ക് അത് ഒന്ന് ഒതുക്കാനോ പറക്കാനോ ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു അവധി കിട്ടി, 2 പേർക്ക് അവധി കിട്ടിയ ദിവസമാണ്, അപ്പോൾ ഒരുമിച്ച് തന്നെ ഇതെല്ലാം വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 2 പേരും കൂടെ ഇതിനായിട്ട് തുണിഞ്ഞിറങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലീനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ ഫുഡ് അങ്ങനെ കാര്യങ്ങളൊന്നും വെച്ചില്ല, ഫുൾ ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ ഇറങ്ങി അങ്ങോട്ട് തിരിച്ചു കണ്ടു. ഇതാണ് വീടിനകത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ വീടിൻ്റെ മുറ്റവും അലങ്കോലമായി കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ഉള്ളിൽ വീട് വൃത്തിയാക്കുമ്പോൾ ആകാശു അവിടെ പുറത്ത് നമ്മുടെ തുണിയൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം തന്നെ വീടിനകം ഫുള്ള് തൂത്ത് വൃത്തിയാക്കി അടുക്കി പറക്കി അവിടെ എല്ലാം ഒന്ന് കഴുകി ഇടാമെന്ന് വിചാരിച്ചു. അനാവശ്യമായ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ പുറത്തെടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പം തുണി കഴുകാൻ വേണ്ടിയിട്ട് ആകാശുവിനെ ഞാൻ കുറച്ച് ഹെൽപ്പും ചെയ്യുന്നുണ്ടായിരുന്നു. അടുക്കളയായിരുന്നു മെയിൻ. അടുക്കള ഫുൾ വൃത്തിയായി കിടക്കുമായിരുന്നു. അടുക്കള ഫുൾ ഡീപ്പ് ക്ലീൻ ചെയ്തു. ഒരു കോണ് പോലും നമ്മൾ വിട്ടില്ല. മുറ്റമൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടു. നമ്മൾ കുറച്ച് ദിവസം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ മൊത്തം കരിയിലയും ചപ്പുമായിട്ട് കിടക്കുമായിരുന്നു. ഈ പുല്ല് കയറി കിടക്കുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഈ പുല്ല് നമ്മൾ മഴ പെയ്തപ്പോഴത്തേക്കും പുല്ല് കയറിയതാണ്. ഈ പുല്ല് ഇനിയിപ്പോൾ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും മഴ പെയ്യുമ്പോൾ വീണ്ടും കിളിച്ചുകൊണ്ടേയിരിക്കും. പെരുന്നാളിൻ്റെ തലേന്ന് കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയതാണ് ഞാൻ. ഫ്രിഡ്ജ് വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ആകാശം പോയിട്ടൊരു മിക്സഡ് ജ്യൂസ് മേടിച്ചുകൊണ്ട് വന്നു. മിക്സഡ് ജ്യൂസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ വിശപ്പും മാറും, ദാഹവും മാറും. ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നമുക്ക് എനർജി വന്നപ്പോഴത്തേക്കും ഞാൻ വീട് ഫുള്ള് കഴുകി ഇറക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.